Good morning to all. എൻ്റെ പേര് ബിജോയ്, ശ്രീകൃഷ്ണ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഇദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ HOD ക്യാപ്റ്റൻ രാജേഷ് മാധവൻ. PS വിജോയ് PS. വിജോയ് PS. ഇദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷൻ HOD ആണ്, ക്യാപ്റ്റൻ രാജേഷ് മാധവൻ. ഇദ്ദേഹം ഇബ്രാഹിം ചാലിയത്ത്, നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ടെക്നിക്കൽ ഡയറക്ടറാണ്. ചാലിയത്ത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ടൂർണമെന്റ് ഈ ടൂർണമെന്റ് മെയിനായിട്ട് സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ്. ഇവരുടെ ഫേമാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ എൻട്രസോൺ മേള സ്പോൺസർ ചെയ്യുന്നത്. മറ്റേത് നമ്മുടെ ശ്രീകൃഷ്ണ കോളേജിന്റെ കരാട്ടെ ടീമിന്റെ കോച്ച് കൂടിയായ സുദേവാണ്. 4 പേരാണ്. ഇത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഇൻഡസ്ട്രോൺ പുരുഷ വനിതാ വിഭാഗം കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് നാളെ നമ്മുടെ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ആഭിമുഖ്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻഡസ്ട്രോൺ പുരുഷ വനിതാ വിഭാഗം കരാട്ടെ ചാമ്പ്യൻഷിപ്പ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി 25-26 തീയതികളായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള 400-ൽ പരം കോളേജുകളിൽ നിന്നും 500ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് സൗത്ത് വെസ്റ്റ് സോൺ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിനുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. SAGE യൂണിവേഴ്സിറ്റി ഭോപ്പാലിൽ മാർച്ച് 17 മുതൽ 21 വരെയാണ് പ്രസ്തുത മത്സരം നടക്കുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇൻഡിവിജ്വൽ കാറ്റ, ടീം കാറ്റ, ഇൻഡിവിജ്വൽ കുമേറ്റെ -50 kg, -50 kg, -55 kg, -60 kg, -67 kg, -75 kg, -84 kg, +84 kg ടീം കുമേറ്റെ ഇനങ്ങളിലും, വനിത വിഭാഗത്തിൽ ഇൻഡിവിജ്വൽ കാറ്റ, ടീം കുമേറ്റെ -45, -50, -55, -61, -68, +68 ടീം കുമേറ്റെ എന്നീ ഇനങ്ങളിലുമാണ് മത്സരം നടക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നാളെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ നടക്കുന്ന ഇൻഡസ്ട്രോൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C. സുമേഷ് ഉദ്ഘാടനം നടത്തും. നാളെ 12 മണി. ഇവിടെയാണ് ഡോക്ടർ KP മനോജ്, ഡയറക്ടർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മുഖ്യാതിഥിയായും ഡോക്ടർ വിജോയ് PS, പ്രിൻസിപ്പൽ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ അധ്യക്ഷനായും പങ്കെടുക്കുന്ന പ്രസ്തുത പരിപാടിയുടെ കൺവീനർ ശ്രീകൃഷ്ണ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ക്യാപ്റ്റൻ രാജേഷ് മാധവനാണ്. പ്രസ്തുത പരിപാടിയിൽ അഖിൽ അനിരുദ്ധൻ, ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ്, ഇബ്രാഹിം ചാലിയത്ത്, ടൂർണമെന്റ് ടെക്നിക്കൽ ഡയറക്ടർ എന്നിവരും സന്നിഹിതരായിരിക്കും. ഔദ്യോഗികമായി പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദ വേൾഡ് ഷോട്ടോക്കോൺ കരാട്ടെ ഡൂട്ട് ഫെഡറേഷൻ ഇന്ത്യ ആണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ ഇബ്രാഹിം ചാലിയത്തിന്. ഇല്ല, ഇത് നമുക്കിത് ഇന്റർ കോളേജിയറ്റ് മത്സരങ്ങള് നമ്മൾ ഏകദേശം കരാട്ടെ ഒരു ഇവന്റ് ആയിട്ടാണ്, നമ്മളൊരു മത്സര ഇനമായിട്ട് കോളേജുകൾ തമ്മിലുള്ള മത്സരങ്ങൾ വരുമല്ലോ, അല്ലെ, ഫുട്ബോള്, വോളിബോൾ, അതേപോലെ ഒരു ഇവന്റ് ആണ് കരാട്ടെ. ടീമുകളുണ്ട്. അപ്പൊ കരാട്ടെ 2 വർഷമായുള്ളൂ, ഇതിലേക്ക് 2-3 വർഷമായുള്ളൂ ഇന്റർ കോളേജിയറ്റിലേക്ക് വന്നിട്ട്. ഓൾ ഇന്ത്യ തലത്തില് മത്സരം നടക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ അതില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിനെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാറ്റഗറിയിൽ മത്സരങ്ങളുണ്ട്. ഇപ്പൊ ഈ മത്സരം നമ്മള് 7 മണിക്ക് വെയിൻ തുടങ്ങും, അതായത് വെയിറ്റ് കാറ്റഗറി ഉണ്ട്. അപ്പൊ രാവിലെ ഒരു 7 മണിക്ക് തന്നെ നമ്മള് വെയിറ്റ് എടുക്കാനായിട്ട് തുടങ്ങും, 7 മുതൽ 9 വരെ. അപ്പൊ ആ പർട്ടിക്കുലർ വെയിറ്റ് കാറ്റഗറി വരുന്ന ആളുകൾക്ക് മാത്രമേ ആ വെയിറ്റ് കാറ്റഗറിയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ.
ഇപ്പൊ കുമിത്തെ എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റിംഗ് ആണ്, ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല, ഒരു സെമി കോണ്ടാക്ട് ആണ് അതിൽ വരുന്നത്. ഒരു മീൻസ് പഞ്ചിങ് ഡയറക്റ്റ് വരുന്നില്ല, അതേപോലെയുള്ള ഒരു ഇതാ വരും. അപ്പൊ അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട്. പിന്നെ ഈ ടീം ഇവന്റ് എന്ന് പറയുമ്പോൾ ഡെമോൺസ്ട്രേഷൻ ആണ്, അങ്ങനെ ഒരു ഇതാ വരും. അവരുടെ ആ കളർഫുൾ ഡ്രസ്സിൽ ഒന്നിലധികം 3 പേരും അതേപോലെ 4 പേര് അങ്ങനെ പങ്കെടുക്കുന്ന ഒരു ടീമിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പൊ ആ അത്രയും ഇവന്റ്സിൽ ഓൾ ഇന്ത്യ തലത്തിലും മത്സരം നടക്കും. അപ്പൊ അതിലുള്ള ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പൊ ബോക്സിംഗ് പോലെയൊക്കെ തന്നെ കരാട്ടയിലും ഓരോ കാറ്റഗറിയിൽ ഇതിൽ നടക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവർക്ക് ഗ്രേസ് മാർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ മറ്റ് ഇതുള്ള പോലെ ഉണ്ടാവും. യൂണിവേഴ്സിറ്റിയുടെ ഗ്രേസ് മാർക്ക് ഉണ്ടാവും ഇതിൽ വിൻ ചെയ്യുന്ന ആളുകൾ. അപ്പൊ കോളേജുകൾക്ക് അതനുസരിച്ചുള്ള ചാമ്പ്യൻഷിപ്പ് ട്രോഫിയും ഉണ്ടാവും. ഇല്ല, 9 ശേഷം നമ്മൾ ഫിക്സ്ചർ ഡ്രോ ചെയ്യണം. അതായത് ഈ വെയിറ്റ് കാറ്റഗറി വരുന്നപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ ആ 10 പേര് ആരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഒരു 20 പേരാണെങ്കിൽ ആ 20 പേരുടെ ഫിക്സ്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ അതൊരു 10:30 കൂടി ഏകദേശം സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇനോഗ്രേഷൻ മുമ്പ് തന്നെ നമ്മൾ ചിലപ്പോൾ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്കിപ്പോ എൻട്രി വന്നിരിക്കുന്നത് ഏകദേശം ഒരു 60ഓളം കോളേജിൽ നിന്നുള്ള എൻട്രി വന്നിട്ടുണ്ട്. അത് ഈ 4 ജില്ലകളിൽ നിന്ന് വരും. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാടിന്റെ കോളേജ് ടോട്ടൽ നമുക്ക് വരുന്നത്. അതായത് ഇത് ഇന്റർ കോളേജ് ചാമ്പ്യൻഷിപ്പ് ആണല്ലോ. നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 430ഓളം കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവര് തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇത്. ശരി, ഏകദേശം 60ഓളം പേര് നമുക്കിപ്പോ എൻട്രി വന്നിട്ടുണ്ട്. ഇത്രയും പേരുടെയാണ് എൻട്രി നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ ഇവർ. പക്ഷെ ഓപ്പൺ ടു ഓൾ ആണ്. ഈ 400 കോളേജിൽ ആർക്കും വേണേലും പങ്കെടുക്കാം. ആണ് വരുന്നത്. രജിസ്ട്രേഷൻ ഇപ്പൊ നമുക്കിപ്പോ യൂണിവേഴ്സിറ്റി ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ കോളേജ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അവിടുന്ന് ഇവരുടെ 10th +2 ആധാർ, ഈ 3 സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യണം. അതുകൂടാതെ തന്നെ അവരുടെ ഡീറ്റെയിൽസും അതിനകത്ത് വരും. അത് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അവർ കമ്പൈൽ ചെയ്യാനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും. പ്രിൻസിപ്പൽ ഫോർവേഡ് ചെയ്യും. എന്നിട്ട് അവര് നമുക്ക് കൺവീനർക്ക് അവിടെ വന്നിരിക്കുന്ന എൻട്രിയുടെ കോപ്പി കംപ്ലീറ്റ് ഓൺലൈൻ ആയിട്ട് തരുമായിരുന്നു. ഇപ്പൊ അങ്ങനെയാണ് ഇതിന്. അപ്പൊ എലിജിബിൾ അല്ലാത്ത ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളല്ലാത്തവർക്ക് ഓട്ടോമാറ്റിക്കലി അവരത് ഇത് ചെയ്യുന്നത്. 98 ഖത്ത, കുമിത്തെ 2 വിഭാഗമാണ്. അതേപോലെ ടീം ഖത്ത, ടീം കുമിത്തെ. നമ്മളൊരു ക്ലാസിക്കൽ ആയിട്ടാണ് കരാത്തെ, ക്ലാസിക്കലായിട്ടുള്ള ഒരു ഡാൻസിന് തുല്യമായിരിക്കുന്നതാണ്. ഇതിന്റെ ബേസിക്കലി ഒരു സിസ്റ്റം ഉണ്ട്. അതിന്റെ ചുവടുകൾക്കും ആക്ഷൻസിനൊക്കെ ടൈമിങ്, ഈവൻ ബ്രീത്ത് പോലും അതിന്റെ കറക്റ്റ് ടൈമിംഗ് ആയ മാത്രമാണ് സ്കോർ കറക്റ്റായിട്ട് നൽകുള്ളൂ. ഇതിനകത്ത് വരുന്നത് വെച്ചാൽ ഒരു പേഴ്സന്റെ ആത്മനിയന്ത്രണത്തിന്റെ ഭാഗം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയും. കാരണം കൃത്യമായിട്ട് ബ്രീത്ത് കൺട്രോൾ ചെയ്യുക, കൃത്യസമയത്ത് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കഥയിലൂടെ കാണിക്കുന്നത്. ഈ കഥയിലൂടെ പഠിച്ച പാഠങ്ങൾ നമ്മളത് കുമിത്തയിലേക്ക് വരുമ്പോൾ, കുമിത്ത എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈറ്റിംഗ് ആണ്. ഇതിന് ഇൻഡിവിജ്വലായിട്ടും ടീമായിട്ടും ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഒക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗീകൃതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ പ്ലേയേഴ്സും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിന് അംഗീകൃതമായിട്ടുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃതമായിട്ടുള്ള റെഫറി റൂൾസ് ഉണ്ട്. അതും ഉൾപ്പെടുത്തിയാണ് ശരിക്കും അതിൻ്റെ ഇപ്പോഴത്തെ പുതിയ വെർഷനായിരിക്കുന്ന 2026 പുതിയ വെർഷനായിരിക്കുന്ന റൂൾസാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇത് നടത്തിപ്പിനായിട്ട് നമ്മൾ വീഡിയോ റിവ്യൂ പോലും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്റർനാഷണൽ പ്രോഗ്രാം ഒക്കെ നടക്കുമ്പോൾ കാണാറുണ്ട് വീഡിയോ റിവ്യൂ വെച്ച് അതിനകത്ത് നോട്ടബിൾ ആയിട്ട്. അപ്പോൾ അത്രയും വളരെ വ്യക്തതയോട് കൂടി ഓരോ വിദ്യാർത്ഥിക്കും അയാൾക്ക് കിട്ടേണ്ട അംഗീകാരം പൂർണ്ണമായിട്ടും കിട്ടുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് വീഡിയോ റിവ്യൂ കൂടി ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്.